ദീർഘകാലമായി മാർക്കറ്റ് നവീകരണം നിലച്ചതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടിക്കൊണ്ട് വലിയ കടക്കണിയിലേക്ക് ആ കച്ചവടക്കാരൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. നിലനിൽക്കുകയാണ്. ഇത്രയും കാലം നഗരസഭയുടെ പിടിപ്പുകേട് കൊണ്ട് വ്യാപാരികൾക്ക് വന്ന ഭീമമായ നഷ്ടം നഗരസഭ നികത്തിക്കൊണ്ട് 2.5 വർഷമായി നിലച്ച കോട്ടപ്പടി മാർക്കറ്റിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമ്പോൾ മലപ്പുറത്തുകാരുടെ പ്രതീക്ഷയെന്ത്? SS ന്യൂസ് അവതരിപ്പിക്കുന്ന കോട്ടപ്പടി മാർക്കറ്റ് ഉയരാൻ ഇനി എത്ര നാളെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു മഴ പെയ്താൽ പുഴയായി മാറുന്ന മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിന് പുതിയ കെട്ടിടമാവുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഇല്ലത്ത് നിന്നിറങ്ങി അമ്മാത്തൊട്ടും എത്തിയതുമില്ല എന്ന പറഞ്ഞ പോലെയായി പിന്നീട് കോട്ടപ്പടി മാർക്കറ്റിന്റെ കാര്യങ്ങൾ. നീണ്ട ചർച്ചകൾക്കും കാത്തിരിപ്പിനും ശേഷം കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോട്ടപ്പടി മാർക്കറ്റ് പുനർനിർമ്മാണം പുനരാരംഭിക്കുവാൻ തീരുമാനമായി. നിർമ്മാണം വൈകിയതിന്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏതായാലും ഈയൊരു സാഹചര്യത്തിൽ മലപ്പുറത്തുകാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാനുണ്ടെന്ന് നമുക്ക് നോക്കാം. മലപ്പുറത്തെ പൊതുസമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കാണാം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തങ്ങളുടെ ജീവിതോപാധികളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് മാർക്കറ്റിലെ കച്ചവടക്കാർ മാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി ഉപാധികൾ ഏതുമില്ലാതെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തത്. എത്രയും പെട്ടെന്ന് പുതിയ മാർക്കറ്റ് കെട്ടിടത്തിൽ അവർക്ക് കച്ചവടം തുടങ്ങാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ആ കച്ചവടക്കാരൊക്കെ തന്നെ. എന്നാൽ ദീർഘകാലമായി മാർക്കറ്റ് നവീകരണം നിലച്ചതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടിക്കൊണ്ട് വലിയ കടക്കണിയിലേക്ക് ആ കച്ചവടക്കാരൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിരന്തരമായി ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച നടത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഏത് നിലക്കും മാർക്കറ്റ് നവീകരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും അതുപോലെ തന്നെ നഗരസഭാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതുപോലെ തന്നെ ചില സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടി മുട്ടി നിൽക്കുകയായിരുന്നു അത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവരൊക്കെ വളരെ താല്പര്യപൂർവ്വം ഇത് പൂർത്തീകരിക്കാൻ മുന്നോട്ട് വന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടറും വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഇത് പൂർത്തീകരിക്കണമെന്ന നിലപാടിൽ അദ്ദേഹവും ഒക്കെ എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മലപ്പുറത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി മാർക്കറ്റ് കെട്ടിടം പണി തീർക്കൽ ഉയർന്നു വന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് ഈ സാമ്പത്തിക വർഷം തന്നെ മാർക്കറ്റിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയട്ടെ. തീർച്ചയായും ഇപ്രാവശ്യം ഇത് പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉറച്ച വിശ്വാസം. തങ്ങളുടെ എല്ലാവിധ പിന്തുണയും ആ കാര്യത്തിൽ ഇതുവരെ നൽകിയിട്ടുണ്ട്. തുടർന്നും നഗരസഭാ അധികൃതർക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും സർവ്വവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പു നൽകുന്നു. മലപ്പുറം നഗരസഭയിലെ കോട്ടപ്പടി മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുന്നെയാണ് അവിടെ കച്ചവടം ചെയ്തിരുന്ന വ്യാപാരികളെ കുടിയിറക്കിയത്. മാത്രമല്ല അത് കുടിയിറക്കി 5 വർഷം കഴിഞ്ഞിട്ടൊന്ന് 1 വർഷത്തിനകം കച്ചവടം പുനരാരംഭിക്കാം എന്ന രീതിയിലേക്കാണ് വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയത്. എന്നാൽ ആ ഉറപ്പുകളൊക്കെ കാറ്റിൽ പറത്തി 5 വർഷം കഴിഞ്ഞിട്ടും ഇന്നും വ്യാപാരികൾക്ക് യാതൊരുവിധ പ്രതീക്ഷയും നൽകാത്ത രീതിയിൽ നഗരസഭയുടെ മാർക്കറ്റ് കെട്ടിടം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതുപോലെ നിലനിൽക്കുകയാണ്. ഇത്രയും കാലം നഗരസഭയുടെ പിടിപ്പുകേട് കൊണ്ട് വ്യാപാരികൾക്ക് വന്ന ഭീമമായ നഷ്ടം നഗരസഭ നികത്തിക്കൊണ്ട് വ്യാപാരികളെ ഉടൻ പുനരധിവസിപ്പിക്കണമെന്നാണ് നഗരസഭയോട് വ്യാപാരി വ്യവസായ സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല ഇനിയിപ്പോൾ താൽക്കാലികമായി ഇവിടെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ കംപ്ലീഷൻ പൂർത്തീകരിക്കുക എന്ന രീതിയിലേക്കോ ഒരു പ്ലാനിലേക്കോ നഗരസഭ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഇത് ഒരു കൃത്യമായ ഒരു ധാരണ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും മുമ്പാകെ നഗരസഭ വെക്കണമെന്നുകൂടി വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുകയാണ്. മാർക്കറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഇന്ന്
മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് വിസിറ്റേഴ്സ് ഗാലറിയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായ ഒരു തീരുമാനമാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് തന്നെ ഈ ഒരു വികസനത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് മനസ്സിലായത്. ആ അടിസ്ഥാനത്തിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വ്യാപാര മേഖലയിൽ വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ വ്യാപാര മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം മലപ്പുറം മാർക്കറ്റ് കൂടി ഇവിടെ ഇല്ലാതായ സ്ഥിതിക്ക് വലിയൊരു പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നൊരവസ്ഥയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മലപ്പുറം മുനിസിപ്പൽ വ്യാപാരി വ്യവസായി രൂപീകരിച്ചതിന് ശേഷം വളരെ ശക്തമായ ഇടപെടലുകൾ ചെയർമാനുമായി ബന്ധപ്പെട്ടും കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടും എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടും അവരൊക്കെ അവരുടെ വീടുകളിലോ അവരുടെ ഓഫീസുകളിലോ പോയിട്ട് ചർച്ച നടത്തി എന്ത് വിധത്തിലാണെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം, മാനുഷിക പരിഗണന വെച്ചെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കുപോക്കുകളൊക്കെ വന്നത്. രണ്ടാമതായിട്ട് ഇപ്പോൾ താൽക്കാലികമായി നിർമ്മിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്ലോറിൽ 30 മേലെ കടമുറികൾ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഏകദേശം 80-നടുത്തടുത്ത ആളുകൾ കുടിയേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ചില ആളുകൾ കച്ചവടം നിർത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ വീണ്ടും കച്ചവടത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ജീവച്ചവം പോലെ കച്ചവടം ഇല്ലാത്ത അവസ്ഥയിൽ ഇത് എന്ന് തുറക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളും ഇതിലുണ്ട്. അപ്പോൾ അവരൊക്കെ പുനരധിവാസമാണ് വ്യാപാരി വ്യവസായിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം പബ്ലിക്കും ഒക്കെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം ആളുകളെ ഫസ്റ്റ് സെഗ്മെൻറ്റിലെങ്കിലും പുനരധിവാസം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് കാര്യങ്ങൾക്കും നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നിൽ കാണുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക്. ഞാൻ വ്യാപാരി വ്യവസായിയുടെ മലപ്പുറം മുനിസിപ്പൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വലിയ ആകാംക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങളുടെ മുന്നിലുണ്ട്. 2021 ഡിസംബർ മാസത്തിൽ നിർത്തിവെച്ച കോട്ടപ്പടി മാർക്കറ്റ് കെട്ടിട നിർമ്മാണം ഭാഗികമായിട്ടാണെങ്കിലും പൂർത്തീകരിച്ച് തരണമെന്ന് കരാറുകാരനോട് വ്യാപാരി നേതാക്കൾ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഭൂമിയും കരാറുകാരന് കൈമാറാൻ നഗരസഭയ്ക്ക് സാധിക്കാത്തതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചതും പുനരാരംഭിക്കാൻ നാളിതുവരെ സാധിക്കാതിരുന്നതും. ഭാഗികമായി പൂർത്തീകരിക്കാൻ വേണ്ടി ഏതെല്ലാം നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തുന്നത് എന്നും കച്ചവടക്കാർക്ക് അത് ഉപയോഗപ്രദമാവുമോ എന്നും ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മുഴുവൻ കച്ചവടക്കാരെയും അങ്ങോട്ട് മാറ്റുന്നത് സംബന്ധിച്ച കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരാനുണ്ട്. അതിനുശേഷമേ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ. ദുരിതം പേറുന്ന കച്ചവടക്കാർക്ക് നല്ല കാലം വരട്ടെ. മലപ്പുറം മാർക്കറ്റിന്റെ നഷ്ടപ്പെട്ട പ്രതാപവും പ്രൗഢിയും എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനാവട്ടെ. കാത്തിരിക്കാം. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.